ഏപ്രിൽ 3-ന് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുമെന്നതിന്റെ ആവേശത്തിലാണ് UDF ക്യാമ്പ്. അന്നുതന്നെ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക നൽകും. 3 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിൽ എത്ര വട്ടം രാഹുൽ പ്രചാരണത്തിന് എത്തും എന്നതിൽ നേതൃത്വത്തിന് വ്യക്തതയില്ല. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു കോൺഗ്രസ് നേതൃത്വം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കൺവെൻഷനുകൾ പൂർത്തിയാക്കി. പോസ്റ്റർ പ്രചാരണമടക്കം സജീവമാണ്. സ്ഥാനാർത്ഥി 3-ാം തീയതി നേരിട്ടെത്തുന്നതിന്റെ ആവേശമുണ്ട് UDF ക്യാമ്പിന്. ഈ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നതോടുകൂടി UDF പ്രവർത്തകന്മാരുടെ ഒരു വലിയ ആവേശമുണ്ടാവും, വലിയ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. അതോടുകൂടി UDF പ്രവർത്തനം വർദ്ധിത വീര്യത്തോടുകൂടി മുന്നോട്ട് പോകും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ 4,32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. ഇത്തവണ 5 ലക്ഷമാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. പാർട്ടിയുടെ 4 അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പ് മരവിപ്പിച്ച സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് കോൺഗ്രസ്. ഇത് പ്രചാരണത്തെയും ബാധിക്കുന്നു. സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ, ഫ്ലക്സ്, അനുബന്ധ സാധനങ്ങൾ, ക്രമീകരണങ്ങൾ വേണ്ടിയിട്ടുള്ള പണം ഇതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, സാധാരണ ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കും. അത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്താണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് പോയി പണം കണ്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി ആനി രാജ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലാണ്. NDA സ്ഥാനാർത്ഥിയായി K. സുരേന്ദ്രനും മണ്ഡലത്തിൽ കളം പിടിക്കുന്നുണ്ട്. പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിയുടെ അഭാവമുണ്ടായാൽ അതിനെ മറികടക്കാൻ പ്രിയങ്ക അടക്കമുള്ള നേതാക്കളെ എത്തിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. 24 വയനാട്.